കേന്ദ്രം നമ്മളെ സഹായിക്കും, കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടി തരുമെന്ന് ഒരു വശത്ത് പറയുക, ഇപ്പുറത്ത് പറയുക കേന്ദ്രം നമ്മളെ സഹായിക്കുന്നേ ഇല്ല എന്ന് പറയുക. ധനമന്ത്രിയോട് ഇന്ന് ചോദിച്ച മറ്റൊരു ചോദ്യം, 2500 രൂപയാകുന്ന ആക്കുമെന്ന് പറഞ്ഞാൽ ക്ഷേമ പെൻഷൻ ആക്കാൻ പറ്റുമോ? അത് കേന്ദ്രം സഹായിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് തരാൻ പറ്റില്ല. കേന്ദ്രം ഇപ്പോൾ തരുന്നതിൻ്റെ പകുതിയെങ്കിലും തന്നിരുന്നെങ്കിൽ നമ്മൾ ചെയ്തേനെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുതന്നെയാണ് റബ്ബറിൻ്റെ കാര്യത്തിലും പറയുന്നത്. അപ്പോൾ കേന്ദ്രം സഹായിക്കുന്നില്ലേ? സഹായിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞതോ? അത് സഹായിക്കും. ഈ ലോജിക്ക് മനസ്സിലാകുന്നില്ല. ശരി, അല്ലെങ്കിൽ ദിവ്യദൃഷ്ടി കാണണം, കഴിഞ്ഞ തവണത്തെ കാര്യത്തിൽ എന്തെങ്കിലും പ്രത്യേക ഇൻഫർമേഷൻ കിട്ടിക്കാണണം. അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. പ്ലാൻ ഔട്ട്ലേയുടെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് ചുരുക്കിയതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. തനത് വരുമാനത്തെക്കുറിച്ച് പറയുമ്പോൾ 91,000 കോടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ തനത് സ്വന്തമായി ഉണ്ടാക്കിയ പണം. അത് ബജറ്റിൽ 91 ഇത് 83 യഥാർത്ഥ ഫിഗർ വരുന്നത്. ഞാനത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് GSTയിൽ ഉണ്ടായ നിരക്കുകളുടെ കുറവാണ്, നിരക്കുകളുടെ പ്രശ്നമുണ്ട്. നിരക്ക് മാറിയപ്പോൾ നമുക്കെല്ലാം വലിയ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അടുത്ത വർഷവും ഈ GSTയിലെ കുറവുണ്ടാവുമല്ലോ, അപ്പോൾ ബുദ്ധിമുട്ടാകുമോ? അത് അടുത്ത വർഷം നമ്മൾ കുറച്ചുകൂടെ കവർ ചെയ്യാൻ പോവുകയാണ്. ചുരുക്കത്തിൽ ബജറ്റ് ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ചെയ്യുന്നത് ശരിയായൊരു നടപടിയല്ല. അത് അടുത്ത തവണ ഞങ്ങൾ വീണ്ടും അവതരിപ്പിക്കുന്നത് നിങ്ങൾ തന്നെ തെളിയിച്ചിട്ടുണ്ട്. 2, ഒരു വളരെ വലിയ ബജറ്റിൻ്റെ പ്ലാൻ ഔട്ട്ലേയിൽ വലിയ കുതിപ്പ് ഉണ്ടാക്കിയതിന് ശേഷം 36,000 കോടി രൂപ നമ്മളെ ഞെരുക്കുന്ന കേന്ദ്ര സർക്കാർ തരുമെന്ന് പറയുക. കണക്കുകൾ തമ്മിൽ ചേർന്ന് പോകുന്നില്ല എന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഇതായിരുന്ന ഈ ക്ഷേമ പെൻഷൻ 2,500 ആവുക, റബ്ബറിൻ്റേത് 250 രൂപയാവുക, ഈ പറഞ്ഞതെല്ലാം കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാത്തതുകൊണ്ട് തൽക്കാലം ആവില്ല എന്നാണ് ധനമന്ത്രി ഇന്ന് പറഞ്ഞു വെച്ചത്. കണക്കുകൾ തമ്മിൽ ചേരുന്നില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ പറയുന്നതിനകത്തൊരു പ്രായോഗിക പ്രശ്നം